الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله. أما بعد. ആദരണീയരായ ഗുരുവര്യൻ ഹക്കീം ഉസ്താദ്, ചടങ്ങിൻ്റെ അധ്യക്ഷൻ അലുമിനിയുടെ പ്രസിഡന്റ് നൗഫൽ അബ്ദുൾ റഊഫ് വാഫി, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, CSC ട്രഷറർ, മറ്റ് നേതാക്കളെ, കൊടശ്ശേരി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഗുരുനാഥന്മാർ, സഹപ്രവർത്തകരെ, മുന്നിലിരിക്കുന്ന വാഫി അലുമിനിയുടെ പ്രവർത്തകരെ, സഹോദരിമാരെ, ആശംസ പ്രസംഗം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊക്കെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ നടക്കും. സുഹൃത്ത് അഹമ്മദ് ഫൈസി പറയാറുണ്ട്, ആയുസ് ആർക്കെങ്കിലും സദഖ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ആയുസ് ഞാൻ ഹക്കീം ഉസ്താദിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിപ്പോൾ നടക്കണ കാര്യമല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഉസ്താദിന് അതുകൂടി സംഭാവന ചെയ്യണം. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. കുറേ സമയമായി നമ്മളിവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കാൻ. വിശുദ്ധ റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളാണ് നമ്മെ തഴുകി തലോടി കടന്നു പോകുന്നത്. ഈ സമയത്ത് അള്ളാഹു അവൻ്റെ പാപമോചനം നൽകുന്ന അടിമകളിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രതിസന്ധികളും ഇവിടെ പറഞ്ഞു പോയി. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലെത്തിക്കഴിഞ്ഞു. ഉദ്ഘാടന ഭാഷണത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചില വർത്തമാനങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള ശുഭകരമായ അവസ്ഥയുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സുഗമമായി നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. എൻട്രൻസിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. നമ്മളെ ശുദ്ധമായ അക്കാദമിക പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമാണ്. 10-25 കൊല്ലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് അസ്വാരസ്യങ്ങളുണ്ടായാലും നമ്മളെ തേടി, അല്ലെങ്കിൽ ഈ സംവിധാനത്തെ തേടി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ലക്ഷ്യം അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ആദരണീയരായ ഉസ്താദ് മർക്കസ് വരുന്നതും സർവാദരണീയരായ കുഞ്ഞാം ഉസ്താദൊക്കെ സദസ്സിലിരിക്കുന്നത്, തുടർന്നുള്ള സാഹചര്യങ്ങളുമൊക്കെ അന്ന് പഠിച്ചിരുന്ന വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ നന്നായി അറിയാം. പല സന്ദർഭങ്ങളിൽ നമ്മുടെ കൂട്ടുകാരോട് പങ്കുവെക്കുന്നത് തന്നെയാണ്. ഒരു വലിയ സിസ്റ്റം രൂപപ്പെടുത്തി അങ്ങനെ വലിയൊരു സംവിധാനമാക്കി ഉണ്ടാക്കാൻ വേണ്ടി കുറേ ആളുകളെ ചേർത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടൊന്നും ഉണ്ടായ ഒരു സംവിധാനമല്ല ഈ വാഫിയ സംവിധാനം. അത് ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ആ സാഹചര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ചിന്തയിൽ മുട്ടിട്ട ചില ആശയങ്ങൾ മെല്ലെ രൂപപ്പെട്ടു വരികയായിരുന്നു. കാരണം അത്രയും പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെ ദീന് പഠിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സന്ദർഭം കേരളം മുമ്പൊന്നും നമ്മുടെ കാലത്തൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പഠന സമയത്തൊന്നും കണ്ടിട്ടില്ല. മാത്രമല്ല
ഭൗതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികൾ കടന്നു വരികയും വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അകന്നു പോവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംവിധാനം ഇങ്ങനെ ഇത്രമേൽ മനോഹരമായി ഇതിനു വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന, എൻട്രൻസ് എക്സാം നടത്തുന്ന, മതം പഠിക്കുന്നിടത്ത് എൻട്രൻസ് എക്സാം നടത്തുന്നു, അതിനുവേണ്ടി പരിശീലനങ്ങൾ നടക്കുന്നു, അതിനുവേണ്ടി പ്രചരണങ്ങൾ നടക്കുന്നു, സീറ്റ് കിട്ടാതെ ആളുകൾ തിരിച്ചു പോകുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഉസ്താദിന്റെ സംസാരങ്ങളിൽ നമ്മളൊക്കെ കേട്ടതാണ്, ഇത് മോഹനമാക്കണം. ഇങ്ങനെ മോഹനമായി അങ്ങനെ നമ്മൾ 1000 സീറ്റുകളാണെങ്കിൽ ആവശ്യമെങ്കിൽ 2000-ഓ 3000-ഓ ഒക്കെ വിദ്യാർത്ഥികൾ ഈ സംവിധാനത്തെ തേടിയെത്തി. അതൊക്കെ കാലങ്ങളായി ഒരുപാട് ത്യാഗങ്ങളുടെ കഥകൾ പറയുമ്പോൾ നമുക്കത് അനുസ്മരിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായി തീർന്നതാണ്. ആരും വരാത്തിടത്ത് നിന്ന് ഏതാനും ആളുകൾ വന്നു. അങ്ങനെ 40 ആളെ ആവശ്യമുള്ളിടത്തേക്ക് 400-ലധികം പേര് വന്നു. അങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പല വിദ്യാഭ്യാസ സംവിധാനം നടത്തുന്ന ആളുകളൊക്കെ ഇതൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ സംവിധാനങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങോട്ടൊന്നും ആരും വരുന്നില്ല, കുട്ടികളില്ല. പക്ഷേ ഇവിടെ വളാഞ്ചേരി മർക്കസിൽ ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രഹസ്യമറിയാൻ അവരൊക്കെ വന്നു. അങ്ങനെ ഈ രഹസ്യം, ഈ സീക്രട്ട് പുറത്തേക്ക് പകരണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പുറത്തു പോകുന്നത്. അങ്ങനെയാണ് പിന്നെ ഒരു സിസ്റ്റവും സംവിധാനവും ഒക്കെ ആയി വരുന്നത്. പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാഫി എന്നുള്ള പേരൊക്കെ വന്നു ചേരാൻ. അപ്പൊ ഇതിങ്ങനെ കാലത്തിന്റെ ആവശ്യമനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ ആവശ്യമനുസരിച്ച് ഇങ്ങനെ വളർന്നു വന്നതാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഇതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയാണ് ശിഖരങ്ങളും ചില്ലകളും ഒക്കെ ഉണ്ടായത്. ഇങ്ങനെ ശിഖരങ്ങളും ചില്ലകളും ഒക്കെ ഉണ്ടായി ഫലം നൽകാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും കല്ലേറുകളും അതുപോലെ തന്നെ തുടർന്നുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായി എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോഴും വളരെ ഭംഗിയായി മനോഹരമായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിസ്റ്റം, ഈ സംവിധാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിക്കുന്നതിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.